ഹായ്, ഇന്ന് പറയുന്നത് ഉറങ്ങുന്നതിന് മുൻപ് നമുക്ക് യൂണിവേഴ്സിനോട് സംസാരിക്കാം. അങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് നടന്ന് കിട്ടും. അപ്പോൾ ഒന്നാമതായി ഞാൻ പറയുന്നത് ആത്മീയ ഉണർവിനെ കുറിച്ചാണ്. ആത്മീയ ഉണർവ് എന്നത് ആത്മാവിൻ്റെ ആഴങ്ങളിലേക്കുള്ള ഒരു തിരിച്ചുപോകലാണ്. നാം ആരാണ്? എന്തിനാണ് നാം ഇവിടെ? എന്താണ് നമ്മുടെ ദൈവിക ലക്ഷ്യം എന്നതിലേക്കുള്ളൊരു തിരഞ്ഞെടുപ്പാണ്. സാക് സബ് കോൺഷ്യസ് ആക്ടിവേഷൻ കമ്മ്യൂണിക്കേഷൻ എന്നത് നമ്മുടെ മനസ്സിനെ സബ് കോൺഷ്യസ് തലത്തിൽ ഉണർത്തി യൂണിവേഴ്സിനോട് സംസാരിക്കാൻ പഠിപ്പിക്കുന്ന ശാസ്ത്രീയമായ ഒരു ആത്മീയ രീതിയാണ്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നമുക്ക് എന്താണ് വേണ്ടത്? നമ്മുടെ ഹൃദയം എവിടെയെങ്കിലും വേദനിക്കുന്നുണ്ടോ? എന്താണ് നമ്മുടെ ലൈഫിൽ ആഗ്രഹിക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുക. എന്നിട്ട് സബ് കോൺഷ്യസ് മൈൻഡും യൂണിവേഴ്സിൻ്റെ ശക്തിയും തമ്മിലുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ സബ് കോൺഷ്യസ് മനസ്സാണ് നമ്മുടെ ജീവിതത്തിലെ 95% നിയന്ത്രിക്കുന്നത്. ഈ മനസ്സിനെയാണ് സാക് വഴി യൂണിവേഴ്സുമായി ബന്ധിപ്പിക്കുന്നത്. ഉറങ്ങുന്നതിന് മുമ്പ് സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ എന്തൊക്കെ ചിന്തിച്ചു കൂട്ടുന്നു അതാണ് നമുക്ക് മാനിഫെസ്റ്റ് ആകുന്നത്. അപ്പോൾ രാത്രിയിൽ മുഴുവൻ നമ്മുടെ മനസ്സിൽ പ്രോഗ്രാം ആകുന്നത് നമ്മുടെ ജീവിതത്തിലാണ് പ്രകടമാകുന്നത്. അതിനാൽ ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ പറയുന്ന ഓരോ വാക്കും ദൃശ്യവും ആശയവും ഒരുപാട് പ്രധാനമുള്ളതാണ്. ഇപ്പോൾ യൂണിവേഴ്സിനോട് നമുക്ക് സംസാരിക്കാനുള്ള 3 തത്വങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. ഒന്നാമതായി ഗ്രാറ്റിറ്റ്യൂഡ്. എല്ലാ അനുഭവങ്ങൾക്കും നമ്മൾ നന്ദി പറയണം. രണ്ടാമതായി ആകാംക്ഷ, ക്ലാരിറ്റി. നമുക്ക് എന്താണ് വേണ്ടത് അത് നമുക്ക് ക്ലിയർ ആയിട്ടൊരു ഇമേജ് നമ്മുടെ മനസ്സിൽ വേണം. മൂന്നാമതായി ഫെയ്ത്ത് അല്ലെങ്കിൽ വിശ്വാസം. നമുക്കത് ലഭിച്ചു കഴിഞ്ഞു എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം വേണം. ഒരു ഉദാഹരണ വാചകം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ദൈവമേ, എനിക്ക് ഈ അനുഭവങ്ങൾക്ക് നന്ദിയുണ്ട്. എനിക്ക് മനസ്സിന് ശാന്തിയും സമ്പത്തും നല്ല ആരോഗ്യമാണ് വേണ്ടത്. എനിക്കതെല്ലാം ലഭിക്കുമെന്നതിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെ തരത്തിലുള്ള ഒരു കോട്സ് നമ്മൾ മനസ്സിൽ പറയുക. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സാക് എങ്ങനെ ഉപയോഗിക്കാമെന്ന് പറയാം. ആദ്യമായി നമ്മൾ ഇരിക്കുക. 3 തവണ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. പിന്നെ നമ്മൾ മനസ്സിൽ ദൃശ്യവൽക്കരിക്കുക നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് എന്താണെന്ന്. യൂണിവേഴ്സിനോട് നമുക്ക് സംസാരിക്കാം. പ്രാർത്ഥന ഞാൻ പറഞ്ഞു തരാം. യൂണിവേഴ്സ്, ഞാനിപ്പോൾ സമാധാനത്തിലേക്ക് നീങ്ങുന്നു. ഞാൻ ഒരു ദിവ്യശക്തിയാണ്. എല്ലായിടത്തും എനിക്ക് അനുഗ്രഹങ്ങൾ എത്തുന്നു. ഞാൻ സ്നേഹവും സമൃദ്ധിയും ആകർഷിക്കുന്നു. എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും യാഥാർത്ഥ്യമാകുന്നു. ഇതിനു വേണ്ടി കുറച്ച് അഫർമേഷൻസ് കൂടെ ഞാൻ പറഞ്ഞു തരാം. ഞാൻ വിശ്വസിക്കുന്നു എനിക്കെല്ലാം സാധിക്കുമെന്ന്. എൻ്റെ ഓരോ ആശയവും യാഥാർത്ഥ്യമാകുന്നു. എനിക്ക് യഥാർത്ഥത്തിൽ സമൃദ്ധിയും ആത്മസന്തോഷവുമുണ്ട്. ദൈവം എന്നെ എല്ലായ്പ്പോഴും രക്ഷിക്കുന്നു. ഞാൻ എൻ്റെ ദൈവീയ ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നു. എൻ്റെ മനസ്സിന് ശാന്തിയുണ്ട്. ഞാൻ എൻ്റെ വിശ്വാസത്തിനു വേണ്ടി പരിശ്രമിക്കുന്നു. ദൈവം എല്ലായ്പ്പോഴും എന്നെ രക്ഷിക്കുന്നു. താങ്ക് യു. ആയിട്ട് വിഷ്വലൈസേഷൻ എക്സസൈസാണ്. നമ്മൾ കണ്ണുകളടച്ച് നമ്മുടെ ആഗ്രഹിക്കുന്ന ജീവിതം മനസ്സിൽ കാണുക. എല്ലാ ചക്രങ്ങളിലും വെളിച്ചത്തോടെ തുറക്കുന്നു എന്ന് കാണുക. നമ്മുടെ ശരീരമാകെ പ്രകാശം നിറയുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക എന്ന് ചിന്തിക്കുക. ഇതെൻ്റെ ദിവ്യ ജീവിതമാണ്, ഞാൻ ഇതിലേക്ക് നീങ്ങുന്നു. പിന്നെ സാക്കിന് കുറച്ച് ജേർണലിംഗ് പ്രാക്ടീസസ് ഒക്കെ ഉണ്ട്. അതിനകത്ത് വരുന്ന 5 ചോദ്യങ്ങളാണ്: ഇന്ന് എത്ര കാര്യങ്ങൾക്കാണ് നന്ദി പറയാനുള്ളത്? ഞാൻ ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് അനുഭവിച്ചത്? എൻ്റെ ഉള്ളിലെ ശബ്ദം എനിക്ക് എന്ത് നൽകുന്നു? എൻ്റെ മനസ്സിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? ഞാൻ എൻ്റെ സബ് കോൺഷ്യസ് മനസ്സിനോട് എന്ത് സംസാരിക്കണം?
ഈ സാഗ് പ്രക്രിയ ഉറങ്ങുന്നതിന് മുൻപ് പതിവായി നടത്തുക. നിങ്ങളുടെ സബ് കോൺഷ്യസ് മനസ്സിനും യൂണിവേഴ്സിനുമിടയിൽ ദൈവീയ ബന്ധമുണ്ടാകും. ആത്മീയ ഉണർവിനും സഹായമാകും.